ഉച്ചക്കൊന്ന് ഉറങ്ങാൻ വിചാരിച്ച് കിടന്നിട്ട് വൈകുന്നേരമായിക്കണ് ഉറക്കം വന്നപ്പോൾ കേട്ടോ ഫോണുമ്മ കളിച്ച് അങ്ങനെ കിടക്കീനി. അപ്പോൾ ഉറക്കം വന്നപ്പോൾ എൻ്റെ സിസ്റ്ററിനെ അവിടുന്ന് കുത്തി എണീപ്പിച്ചിട്ടുണ്ട്. ആള് അടിക്കണ വീഡിയോ ഒക്കെ എടുത്തെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ. പിന്നെ ഞാൻ എണീറ്റ് പോന്നപ്പോൾ എൻ്റെ മോന് കൂടിയും എത്തിയിട്ടുണ്ട് കേട്ടോ. ആളെ അമ്മായിമ്മ എന്ന് വിളിച്ചിട്ടാണ് ഇവിടെ എല്ലാവരും കളിയാക്കൽ. കാരണം ഈ ഒരു കുഞ്ഞി ചെക്കന് എവിടെ പോകാനും സമ്മതിക്കില്ല കേട്ടോ. ആളെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്തും പിടിക്കാനോ വലിക്കാനോ ഒന്നിനും സമ്മതിക്കാതെ എല്ലാതും വാങ്ങി വെച്ചിട്ടാട്ടോ ഇയാൾ നിൽക്കുക. പിന്നെ പോരാത്തിന് വല്യമ്മ എന്നുള്ള ഒരു പേര് കൂടിയും ആക്കുന്നുണ്ട്. കാരണം ആളെ ചെരുപ്പാരെങ്കിലും തൊടണതോ അതേപോലെ എവിടെയെങ്കിലും വെക്കണമെന്നും ആൾക്ക് പറ്റിയല്ല കേട്ടോ. എപ്പോഴും അത് സ്റ്റാൻഡുമ്പോൾ തന്നെ കിടക്കാൻ പറ്റുള്ളൂ. പിന്നെ അതാ സിസ്റ്റർ ഈ ഒരു ഡ്രസ്സൊക്കെ അടിച്ചതിന് ശേഷം ആളിവിടെ വീഡിയോ ഷൂട്ടിങ്ങിലാട്ടോ. ആൾ ചെറിയൊരു അടിക്കാരിയാണ്. അടിക്കാരി എന്ന് പറഞ്ഞാൽ ആളിന് ചെറുതായിട്ട് വായിക്കറിയണോണ്ട് തന്നെ ആളൊരു ചെറിയ ഫാഷൻ ഡിസൈനറാന്ന് പറയുന്ന കാര്യം ഒന്നുകൂടിയും ബെറ്റർ കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ അവിടെ സിറ്റൗട്ടിൽ വെച്ചാണ് വീഡിയോ എടുത്തിരുന്നത്. പിന്നെ അത് പോന്ന് ഞങ്ങളെ വീടിൻ്റെ പല മൂലക്കലും എത്തിയിട്ടുണ്ട്. ഉമ്മ അവിടെ കൊപ്രയാണ് ഉണക്കാട്ടെങ്കിൽ ആളിവിടെ ഈ ഒരു ഡ്രസ്സാട്ടോ ഉണക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫൈനലി ഡ്രസ്സൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതാ ആ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഡ്രസ്സാട്ടോ. ഈ ഒരു ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ആളെ ട്രയൽ ചെയ്ത് നോക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഷൂട്ടിങ്ങൊക്കെ ആളത് കഴിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഞാനെന്താ ഇവിടെ ചായയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സിറ്റൗട്ടിൽ. ഇതൊക്കെ ഉമ്മ ആക്കിയെടുത്തതാണ്. പിന്നെ എനിക്കാണെങ്കിൽ ചായ സിറ്റൗട്ടിൽ നിന്ന് കുടിക്കണം കേട്ടോ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് എല്ലാവരും നിർബന്ധിച്ച് സിറ്റൗട്ട് വരെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.